common properties. Objects are made of different material. One can be used to make different objects. This is possible because different types of material have different properties. We have choose material with the right properties on what we want to use it for. For example, a chalk made of wood or plastic would not be no use because it cannot be used to write on a blackboard. സോ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള പ്രോപ്പർട്ടീസ് ആ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലിന് ആ പ്രോപ്പർട്ടീസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിരിക്കണം. അല്ലെങ്കിൽ ഇപ്പം എന്ത് പറ്റും, ആ പ്രോപ്പർട്ടീസ് നമ്മുടെ യൂസിനത് ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്താണ്, നോക്കിയേ എക്സാമ്പിൾ നോക്കിയേ, എ ചോക്ക് മെയ്ഡ് ഓഫ് വുഡ്. ഇപ്പോൾ നമ്മൾ ചോക്ക് ഉണ്ടാക്കുകയാണ്, മരം അല്ലെങ്കിൽ എന്താണ് പ്ലാസ്റ്റിക് വെച്ചൊരു ചോക്ക് ഉണ്ടാക്കുകയാണ്. നമുക്കത് വെച്ച് എഴുതാൻ പറ്റുമോ? നോ, വി വോണ്ട് ബി ഏബിൾ ടു റൈറ്റ് വിത്ത് ദ ചോക്ക്. ബിക്കോസ് എന്താണ്, അതിന് ആ പ്രോപ്പർട്ടി ഇല്ല. വരക്കുമ്പോൾ ആ ഒരു പാട് കാണിക്കാനുള്ള ആ പ്രോപ്പർട്ടി ഇല്ല. എന്തിനു മാത്രമേ ഉള്ളത്? ഈ നോക്കാം. Materials have different properties like roughness, lustrous, transparency, solubility, floating, attraction towards a metal, a magnet, conduction of heat and conduction of electricity. Let us study these properties one by one. അപ്പോൾ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. റഫ്നെസ്, ലസ്റ്റർ, ട്രാൻസ്പെറൻസി, solubility, floating, attraction towards metal, attraction towards magnet, conduction of heat, conduction of electricity. 8 properties ഉണ്ട്. ഈ 8 properties നമ്മൾ ഇനി ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ, റഫ്നെസ്. മെറ്റീരിയൽസ് ക്യാൻ ബി റഫ് ഓർ സ്മൂത്ത്. റഫ് have bumps and ridges on their surface which can be felt by touching them. Smooth materials lack these bumps. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണൊരു റഫ് സർഫസ് എന്നും എന്താണൊരു സ്മൂത്ത് സർഫസ് എന്നും. നമ്മൾ ഓൾറെഡി പറഞ്ഞു റഫ് സർഫസിൽ എന്തുണ്ടാവും, ബംസ് അല്ലെങ്കിൽ റിജിഡ്സ് ഉണ്ടാവും. ഓരോരോ വിള്ളലുകളും ഓരോ കുണ്ടും കുഴിയൊക്കെ പോലെ ഉണ്ടാവും. അതേപോലെ സ്മൂത്ത് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല പ്ലെയിൻ സർഫസാണ് എന്ത്, സ്മൂത്ത് സർഫസ്. നമ്മൾ ഇനി എക്സാമ്പിൾസ് നോക്കാം. റഫ് മെറ്റീരിയൽസ് ആർ rock, sandpaper and bark of trees. അല്ലേ, ഒരു റോക്ക്, കല്ല് അല്ലെങ്കിൽ സാൻഡ് പേപ്പർ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ ഉരക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പേപ്പേഴ്സാണ് സാൻഡ് പേപ്പേഴ്സ്. അത് നോക്കിയാൽ എന്താണ്, ഒട്ടും സുഖം ഉണ്ടാവില്ല. അതിൻ്റെ പൊക്കത്ത് കൂടി നമ്മളിങ്ങനെ കൈയൊന്ന് ഓടിച്ചാൽ ഭയങ്കര ഫ്രിക്ഷണൽ സർഫസാണത്. ഇനി ബാർക്ക് ഓഫ് ട്രീ എന്താണ്, മരക്കഷ്ണം, മരത്തിൻ്റെ പൊക്കത്ത് കൂടി കൈയൊടിച്ച് എന്താണ്, ഭയങ്കര സ്മൂത്ത്നെസ് ഒന്നും ഉണ്ടാവില്ല. അവിടെ ഇവിടെയും പൊങ്ങിയും താഴ്ന്നു നോക്കിയായിരിക്കും ഇരിക്കുന്നത്. ഇനി എ ഗ്ലാസ് ഷീറ്റ്, എ ഫ്ലവർ പെറ്റൽ, സർഫസ് ഓഫ് ആപ്പിൾ ആൻഡ് സം എക്സാമ്പിൾസ് ഓഫ് സ്മൂത്ത് സർഫസ്. ഒരു ഗ്ലാസ് ഷീറ്റിൻ്റെ പൊക്കത്ത് കൂടി സ്മൂത്ത് ആയിരിക്കും. അതേപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് നല്ല സോഫ്റ്റാണ്, നല്ല സ്മൂത്ത് സർഫസാണ്. അതേപോലെ എന്താണ്, സർഫസ് ഓഫ് ആപ്പിൾ, ഓരോ ഫ്രൂട്ട്സ്, ആപ്പിളിൻ്റെ സർഫസ് എന്താ ഭയങ്കര പോളിഷ്ഡ്. അതേപോലെ നല്ല കാണുമ്പോൾ തന്നെ എന്താണ്, നമ്മൾ പറയില്ലേ ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് നല്ല സ്മൂത്ത് സർഫസ് ആയിരിക്കും എന്ത്, ആപ്പിളിൻ്റെ സർഫസ്. നെക്സ്റ്റ്, ലസ്റ്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലസ്റ്റർ ഈസ് ദ ഷൈനിങ് ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ ഷൈനിങ് പ്രോപ്പർട്ടിയാണ് എന്ത്, ലസ്റ്റർ. ഓൾ മെറ്റൽസ് ഈസ് പ്യുവർ സ്റ്റേറ്റ്. All metals in pure states are shiny and said to possess luster. ഒരു മെറ്റൽ അതിൻ്റെ പ്യുവർ സ്റ്റേറ്റ് ആണ്, അതിൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നുമില്ല, പ്യുവർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലാണെങ്കിൽ എന്ത് വിളിക്കാൻ പറ്റും, അതിന് നല്ല ഷൈനിങ് ഉണ്ടാവും. പ്യുവർ സ്റ്റേറ്റിലുള്ള ഒബ്ജക്ട്സിന് എന്ത് വിളിക്കാൻ പറ്റും, ഷൈനിങ് ഉണ്ടാവും. എക്സാമ്പിൾ നോക്കിയേ, സിൽവർ ജ്വല്ലറീസ്. നമ്മൾ കുറേ ആദ്യം വാങ്ങിക്കുമ്പോൾ ഇതായിരിക്കും നല്ല തിളക്കമായിരിക്കും, നല്ല ഷൈനിങ് ആയിരിക്കും, നല്ല ലസ്ട്രസ് ആയിരിക്കും. പക്ഷേ കുറേ കഴിയുമ്പോൾ എന്ത് വിളിക്കും, അതിനൊരു ബ്ലാക്കിഷ് കളറ്, ഒരു ഓക്സൈഡ് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ എന്ത് പറ്റും, അതിൻ്റെ ആ ഷൈനിങ്നെസ് കുറഞ്ഞു വരും. അപ്പം നമുക്ക് മനസ്സിലാവും അതിൻ്റെ പൊക്കത്ത് എന്ത് പറ്റിയിട്ടുണ്ട്, ഇംപ്യൂർ മെറ്റൽ ഫുള്ളായിട്ട് പ്യൂർ അല്ല, അതിൻ്റെ പൊക്കത്ത് ഇംപ്യൂരിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. ഇംപ്യൂരിറ്റി
അറ്റ്മോസ്ഫിയറിൽ നിന്ന് അറ്റാച്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് മെത്തേഡ്സ് ഉപയോഗിച്ച് അതിനെ വീണ്ടും പോളിഷ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ദിസ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് വൈഡ്ലി യൂസ് ഫോർ മേക്കിംഗ് ജ്വല്ലറീസ് ആൻഡ് അതർ ഡെക്കറേറ്റീവ് ആർട്ടിക്കിൾ. ഈ ലസ്ട്രസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെയിൻലി ജ്വല്ലറി മേക്കിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പം നമ്മുടെ എന്താണ് മെയിൻലി എവിടെയാണ് ജ്വല്ലറി. കാരണം സിൽവർ ആൻഡ് ഗോൾഡ് ജ്വല്ലറീസ് മേക്ക് ചെയ്യുമ്പോൾ എന്താണ് അതിൽ നല്ല തിളക്കമുള്ള നല്ല തിളക്കം ഉണ്ടാവും അതിന്. അതേപോലെ പല പല ഡെക്കറേറ്റീവ് ഐറ്റംസ് അതിനു വേണ്ടിയൊക്കെ യൂസ് ചെയ്യും. വിളക്കുകൾ അതൊക്കെ കണ്ടിട്ടില്ലേ? വിളക്കുകളിലൊക്കെ നല്ല തെളിച്ചമുണ്ടാവും. മെറ്റീരിയൽസ് ലൈക്ക് ഗോൾഡ്, സിൽവർ ആൻഡ് ബ്രോൺസ് ഹാവ് ലസ്റ്റർ. ഈ 3 ടൈപ്പ് ഓഫ് ഇതിനാണ് ലസ്റ്റർ. ട്രാൻസ്പെറൻസി ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് നമ്മൾ. ട്രാൻസ്പെറൻസി, ഡിഫറെൻറ്റ് മെറ്റീരിയൽ അലൗ ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ലൈറ്റ് ടു പാസ് ത്രൂ ദം ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോപ്പർട്ടി കോൾഡ് ട്രാൻസ്പെറൻസി. എത്രമാത്രം ലൈറ്റിനെ കടത്തി വിടാൻ പറ്റും ഒരു ഒബ്ജക്റ്റിൽ കൂടി, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു. ട്രാൻസ്പെറൻറ്റ്, ട്രാൻസ്ലൂസൻറ്റ് ആൻഡ് ഒബേക്ക്. സോ എന്തുമാത്രം ലൈറ്റിനെ കടത്തി വിടാൻ പറ്റും ആ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ആൻഡ് 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ: ട്രാൻസ്പെറൻറ്റ്, ട്രാൻസ്ലൂസൻറ്റ് ആൻഡ് ഒബേക്ക്. ആർ കോൾഡ് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ട്രാൻസ്പെറൻറ്റ് എന്താണ്? ലൈറ്റിനെ പാസ് ചെയ്യാൻ കഴിവുള്ളവരെ നമ്മൾ എന്ത് പറ്റും? ട്രാൻസ്പെറൻറ്റ്. എക്സാമ്പിൾ എന്താണ്? ഗ്ലാസ്, വാട്ടർ, ആക്രിലിക് ഷീറ്റ് ആൻഡ് സെല്ലോഫോൺ പേപ്പർ ആർ ട്രാൻസ്പെറൻറ്റ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ അതിൻ്റെ ഒരു ഡെയിലി ലൈഫ് സിറ്റുവേഷൻ നോക്കിയേ. ഷോപ്കീപ്പേഴ്സ് ജനറലി പ്രിഫർ ടു കീപ് ഐറ്റംസ് ലൈക്ക് ടോഫി, ബിസ്ക്കറ്റ്, സ്വീറ്റ്സ് എക്സെട്ര ഇൻ എ ട്രാൻസ്പെറൻറ്റ് ജാർ സോ ദാറ്റ് വി ക്യാൻ സീ ദം ഈസിലി. അതെ, നമ്മളിപ്പോൾ ഷോപ്പിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ചില വലിയ പാത്രങ്ങളിൽ എന്തിട്ട് ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതെന്താണ്? നമുക്ക് കാണാൻ പറ്റുന്നത് ലൈറ്റിനെ പാസ് ചെയ്യുന്ന ചില്ലിൻ്റെ ജാറുകളിലായിരിക്കും മെയിനായിട്ട് അത് സ്റ്റോർ ചെയ്യാറ്. കാരണം എന്താണ്? നമുക്ക് ബയേഴ്സിനെ പെട്ടെന്ന് കാണണം. ബിക്കോസ് ആ ഗ്ലാസ് എന്താണ്? അതൊക്കെ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് ആണ്. ഓക്കെ. വിൻഡോസ് ആർ ഓൾസോ യൂഷ്വലി മെയ്ഡ്സ് ഓഫ് ഗ്ലാസ് സോ ദാറ്റ് ദ ലൈറ്റ് പാസ് ത്രൂ ദം ആൻഡ് ലൈറ്റ് അവർ റൂംസ്. മെയിൻലി ഗ്ലാസ്സൊക്കെ നമ്മൾ വിൻഡോസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ മെറ്റീരിയലാണ് ഗ്ലാസ്. കാരണം എന്താണ്? നല്ല ലൈറ്റ് റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യും. ഗ്ലാസ് വെച്ചായിരിക്കും നമ്മൾ മിക്ക വിൻഡോസും പണിയാറ്. ഗ്ലാസ് വിൻഡോസ്. Materials that allow some light to pass through them are called translucent material. ഇച്ചിരി ലൈറ്റിനെ മാത്രം പാസ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്ട്സിനെ എന്ത് വിളിക്കാൻ പറ്റും? ട്രാൻസ്ലൂസൻ്റ് എന്ന് വിളിക്കാൻ പറ്റും. എക്സാമ്പിൾ എന്താണ് നമുക്ക് ബ്ലറി ആയിട്ട് കാണാൻ സാധിക്കുള്ളൂ. ഓയിൽ പേപ്പർ, കളേർഡ് ജാർ എക്സാമ്പിളാണ്. ബ്ലറി അല്ലെങ്കിൽ കുറച്ച് ലൈറ്റിനെ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷേ പുറത്തുള്ള ഇമേജ് ഒട്ടും ക്ലിയർ അല്ലായിരിക്കും. ഒരു ബ്ലറി ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ. അടുത്തത് ഒബേക്ക് മെറ്റീരിയൽസ്. ഒബേക്ക് എന്താണ്? മെറ്റീരിയൽ വിച്ച് ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം ആർ കോൾഡ് ഒബേക്ക്. ഒട്ടും ലൈറ്റിനെ കടത്തി വിടാത്ത ഒബ്ജക്ട്സിനെ എന്ത് വിളിക്കും? ഒബേക്ക് എന്ന് വിളിക്കാൻ പറ്റും. വുഡ്, മെറ്റൽ, ലീഫ്, സ്റ്റോൺ, കാർഡ്ബോർഡ് എക്സെട്ര ആർ ഒബേക്ക്. ഓൾറെഡി ചിലപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്താണ്? എല്ലാ ഒബ്ജക്റ്റും മാറ്റർ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇനി മാറ്റർ 3 സ്റ്റേറ്റ്സിലുണ്ട്. ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ്? മാറ്റർ 3 സ്റ്റേറ്റ്സിലുണ്ട്. ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡ് ഉണ്ട്. സോളിഡ് എന്താണ്? ബുക്സ് അല്ലെങ്കിൽ ബോക്സസ് ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ഹാർഡർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് എന്താണ്? സോളിഡ്. ലിക്വിഡ് എന്ന് എന്താണ്? ഫ്ലോ ചെയ്യുന്ന ഒബ്ജക്ട്സിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും? ലിക്വിഡ്സ് എന്ന് വിളിക്കും. ഒഴുകാൻ ക്യാപ്പബിലിറ്റി കിട്ടുക, ഫ്ലൂയിഡിറ്റി പ്രോപ്പർട്ടി ഉള്ള ഒബ്ജക്ട്സിനെ നമ്മൾ എന്ത് വിളിക്കും? ലിക്വിഡ്. അതേപോലെ തന്നെ റാൻഡം മോഷനിലുള്ള ഒബ്ജക്ട്സ്, അതായത് ഗ്യാസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു സോളിബിലിറ്റി. ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഹാവ് ഡിഫറെൻറ്റ് സോളിബിലിറ്റി ഇൻ വാട്ടർ. എങ്ങനെയാണ് നമ്മൾ സോളിബിലിറ്റീനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ചിലപ്പോൾ സോളിബിൾ, ഇൻസോളിബിൾ, മിസിബിൾ ഓർ ഇമ്മിസിബിൾ. സോളിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടറിൽ മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ സോളിബിൾ എന്ന് വിളിക്കും, സബ്സ്റ്റൻസ് എന്ന് വിളിക്കും.
മിക്സ് ചെയ്യാണ്ട് അതേപോലെ തന്നെ കിടക്കുന്നതിന് എന്ത് വിളിക്കും? ഇൻസോളിബിൾ എന്ന് വിളിക്കും. ഇപ്പോൾ ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് വാട്ടറിൽ മിക്സ് ആവുകയാണെങ്കിൽ എന്ത് വിളിക്കും? മിസിബിൾ ലിക്വിഡ്സ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ ലിക്വിഡ് മിക്സ് ആവാണ്ട് പൊങ്ങിയും താഴ്ന്നും കിടക്കുന്നതിന് എന്ത് വിളിക്കും? ഇമ്മിസിബിൾ എന്ന് വിളിക്കും. നോക്കാം സോളിബിളിൻ്റെ എന്താണ്? സോളിബിളിൻ്റെ എക്സാമ്പിൾസാണ് കോമൺ സോൾട്ട്, ഷുഗർ. ഷുഗറും സോൾട്ടൊക്കെ നമ്മൾ എപ്പോഴും മിക്സ് ചെയ്യാനല്ലേ, അതാണ് സോളിബിളിന് എക്സാമ്പിൾ ആയിട്ടുള്ള. ഇനി ഇൻസോളിബിളിന് എക്സാമ്പിൾസ് നോക്കിയേ. സാൻഡ്, വുഡ്, സ്റ്റോൺ, ചോക്ക് പൗഡർ, വാക്സ്, ഇതൊന്നും മിക്സ് ആവില്ല. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഇൻസോളിബിൾ സബ്സ്റ്റൻസ് എന്ന് വിളിക്കും. ലിക്വിഡ്സ് നോക്കിയേ, ഏതൊക്കെയാണ് വാട്ടറിലും മിക്സ് ആവുന്നത് നോക്കിയേ. ആൽക്കഹോൾ, വിനീഗർ, ലൈം ജ്യൂസ്, ഹണി, ഗ്ലിസറിൻ, ഇതൊക്കെ എന്താണ്? മിക്സ് ആവും. പൊങ്ങിയും താഴ്ന്നൊന്നും രണ്ട് ലിക്വിഡായിട്ട് കിടക്കില്ല, ഒറ്റ ലിക്വിഡായിട്ട് മിക്സായി കിടക്കുള്ളൂ. ഇമ്മിസിബിൾ നോക്കിയേ. കെറോസിൻ, കോക്കനട്ട് ഓയിൽ, ഡീസൽ. ഓയിലുകൾ, കെറോസിൻ, ഡീസൽ, ഇതൊക്കെ എന്താണ്? 2 ലെയറായിട്ടാണ് എപ്പോഴും കിടക്കുന്നത്. ചിലപ്പോൾ ഫ്ലോട്ട് ചെയ്യും, ചിലത് എന്ത് ചെയ്യും? സിങ്ക് ചെയ്യും. ഓക്കെ, certain material float on water whereas certain sink. This property of material to float on water is called flotation. ഒരു മെറ്റീരിയലിന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്ത് വിളിക്കും നമ്മൾ? അതിനൊരു പ്രോപ്പർട്ടി എന്താണ്? ഫ്ലോട്ടേഷൻ. ജനറലി മെറ്റീരിയൽസ് ലൈക്ക് വുഡ്, ലീഫ്, ഫെദർ ഫ്ലോട്ട് ഓൺ വാട്ടർ. ഫെദറുകൾ, തൂവലുകൾ, അതേപോലെ ലീഫ്, വുഡ്, ഇതൊക്കെ എന്ത് പറ്റും? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. റോക്ക്, മെറ്റലൊക്കെ എന്ത് പറ്റും? വെള്ളത്തിൽ. നെക്സ്റ്റ്, അട്രാക്ഷൻ ടുവേർഡ്സ് എ മാഗ്നറ്റ്. ചില ഒബ്ജക്ട്സ് എന്താണ്? മാഗ്നറ്റ് അടുത്ത് കൊണ്ടുവന്ന് വെച്ച് എന്ത് പറ്റും? അതിനോട് ഒട്ടിപ്പിടിച്ച് അറ്റാച്ച് ആവും. മെറ്റീരിയൽസ് ദാറ്റ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് മാഗ്നറ്റ് ആർ കോൾഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ. മാഗ്നറ്റിനോട് അട്രാക്റ്റ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള മെറ്റീരിയൽസിന് എന്ത് വിളിക്കും നമ്മൾ? മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കും. ഈ പ്രോപ്പർട്ടി എന്താണ്? ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു പ്രോപ്പർട്ടി ഉള്ള ഒബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്താണ്? മാഗ്നറ്റിസം. മാഗ്നറ്റിക് മെറ്റീരിയലിനുള്ള പ്രോപ്പർട്ടിയാണ് എന്ത്? മാഗ്നറ്റിസം. ഒബ്ജക്ട്സ് മെയ്ഡ് ഓഫ് അയേൺ ആർ അട്രാക്റ്റഡ് ടു എ മാഗ്നറ്റ്. എന്താണ്? അയേൺ ഒബ്ജക്ട്സ് ഒക്കെ എപ്പോഴും എന്താണ്? മാഗ്നറ്റിനായിട്ട് അട്രാക്റ്റ് ആവും. ഇൻ അഡീഷൻ ടു അയേൺ, നിക്കൽ, കൊബാൾട്ട് ഓൾസോ അട്രാക്ട്. എക്സാമ്പിൾസ് ആണ് അയേൺ, നിക്കൽ, കൊബാൾട്ടൊക്കെ. ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് എടുത്ത് മാഗ്നറ്റിൻ്റെ അടുത്ത് വെച്ചാൽ അട്രാക്റ്റ് ആവോ? ഇല്ല. മെറ്റീരിയൽസ് ദാറ്റ് അലോ ഹീറ്റ് ടു ഫ്ലോ ത്രൂ ദം ആർ കോൾഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. ഹീറ്റിനെ ഒരു ഒബ്ജക്റ്റിൽ കൂടി കടത്തി വിടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഒബ്ജക്റ്റ് ഒരു ഹീറ്റിൻ്റെ കണ്ടക്ടറാണ്. കാരണം എന്താണെന്ന് നോക്കിയേ, നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന വെസൽസ് എന്താണ്? തൊട്ട് നോക്കി എന്തായിരിക്കും? ചൂടത്തിരിക്കുകയാണെങ്കിൽ, നല്ല ഗ്യാസിൻ്റെ അടിയിൽ ഇരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? നല്ല ചൂടായിരിക്കും. കാരണം എന്താണ്? അതിൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ഹാൻഡിലുകൾ, അതിൻ്റെ പിടികളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്, ഒന്നല്ലെങ്കിൽ ബേക്കലൈറ്റോ മെലാമിനോ യൂസ് ചെയ്തൊരു കോട്ടിങ് കൊടുക്കും. കാരണം നമ്മൾ പിടിക്കുന്ന സ്ഥലം ചിലപ്പോൾ ആക്ച്വലി ചൂടായിരിക്കും. അപ്പോൾ ആ ചൂടിനെ കടത്തി വിടാണ്ടിരിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആ വെസൽസിൻ്റെ അറ്റത്ത് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എന്താണ്? ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്നവരെ എന്ത് വിളിക്കും? അല്ലെങ്കിൽ ഹീറ്റിനെ കടത്തി വിടുന്നവരെ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. ദ മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് അലൗ ഹീറ്റ് ടു ഫ്ലോ ത്രൂ ദം ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. ഹീറ്റിനെ കടത്തി പാസ് ചെയ്യാത്തവരെ എന്ത് വിളിക്കും? ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കും. ഏതൊക്കെയാണ് കണ്ടക്ടേഴ്സ് നോക്കിയേ? മെറ്റൽസ് ആണ് മിക്കവാറും കണ്ടക്ടേഴ്സ്. നോൺ കണ്ടക്ടേഴ്സ് ആണ് ജനറലി മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ്. മെറ്റൽസ് ആണ് എപ്പോഴും എന്ത്? കണ്ടക്ടേഴ്സ് ആവാറ്. അതേപോലെ നോൺ മെറ്റൽസ് ലൈക്ക് വുഡ്, പ്ലാസ്റ്റിക്, ഗ്രാസ്, ബാമ്പു, പേപ്പറൊന്നും എന്താണ്? പേപ്പറൊക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പോൾ കണ്ടക്ട് ചെയ്യുന്നവരെ ഹീറ്റിനെ പാസ് ചെയ്യുന്നവരെ കണ്ടക്ടേഴ്സ് എന്നും അതേപോലെ ഹീറ്റിനെ കടത്തി വിടാത്തവരെ ഇൻസുലേറ്റേഴ്സ് എന്നും വിളിക്കും. നമ്മൾ നോക്കിയേ, നമ്മുടെ വീട്ടിലേക്കുള്ള കേബിൾ കണക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യുന്ന വയേഴ്സ് എല്ലാത്തിനും പുറത്ത് എന്തുണ്ടാവും? ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടാവും, ഒരു പ്ലാസ്റ്റിക് കവറിങ് ഉണ്ടാവും. കാരണം അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? വയേഴ്സാണ്.
മെറ്റാലിക് വയേഴ്സ്, ഒന്നല്ലെങ്കിൽ കോപ്പർ വയേഴ്സാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യാറ്. ഇലക്ട്രിസിറ്റി നന്നായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് എന്ത്? കോപ്പർ. We get electricity in our homes through cables and wires. An electric cable contains number of metallic wire with or without a plastic covering. ചിലപ്പോൾ പ്ലാസ്റ്റിക് കവറിങ് ഉള്ളതുണ്ടാവും, ചിലപ്പോൾ പ്ലാസ്റ്റിക് കവറിങ് ഇല്ലാത്തതുണ്ടാവും. പക്ഷേ എന്താണ്, നമ്പർ ഓഫ് കുറച്ച് മെറ്റാലിക് വയേഴ്സ് ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ഒരു ഇലക്ട്രിക് കേബിൾ തന്നെ ഉണ്ടാവുന്നത്. സോ ദ metal wires conduct or transmit electricity, whereas the plastic covering do not. മെറ്റൽസ് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യും. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നൊരു വസ്തുവിനെ നമ്മൾ തൊട്ട് എന്ത് പറ്റും? നമുക്ക് ഷോക്ക് അടിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഷോക്ക് അടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഈ ഓരോ ഒബ്ജക്ട്സിൻ്റെയും പുറത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? പ്ലാസ്റ്റിക് ഒന്നും ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യില്ല. പ്ലാസ്റ്റിക്കിന് തൊട്ടാൽ നമുക്ക് എന്ത് പറ്റില്ല? നമുക്ക് എർത്തന്ന്. സോ ഇങ്ങനെ ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ എന്ത് വിളിക്കും? കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. അതേപോലെ മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. കടത്തിവിടാത്തവരെ ഇൻസുലേറ്റേഴ്സ് എന്നും വിളിക്കും. മെറ്റൽസ് ആർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. വുഡ്, എയർ, പ്ലാസ്റ്റിക്സ് ആർ ഇൻസുലേറ്റർ. മെറ്റൽസ് എന്താണ്? ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടേഴ്സാണ്. അതേപോലെ വുഡ്, എയർ, പ്ലാസ്റ്റിക് ഇതൊക്കെ എന്താണ്? ഇൻസുലേറ്റേഴ്സാണ്.